നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ എന്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നും വ്യത്യസ്തമായ മേഖലകൾ ഏതൊക്കെയാണെന്നും നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? സ്വാഭാവികമായിട്ടും ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരും. ഒരേ ദിവസം തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം വാങ്ങുകയും പിന്നീട് ഒരാഴ്ചയോ 2 ദിവസമോ 5 ദിവസമോ 1 മാസമോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് ലാഭമുണ്ടാക്കി വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ എടുക്കുന്ന ട്രേഡിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആശയം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ ബ്രോക്കർ ആപ്പിൽ നമ്മളോട് ചോദിക്കും, ഇന്ന് തന്നെ വിൽക്കാനാണോ അതോ കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് വിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്, വിച്ച് മീൻസ് ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് ഡെലിവറി മെത്തേഡിലൂടെ എടുക്കുമ്പോൾ മാത്രമേ വീട്ടിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് അഥവാ നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഒരാൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്? എനിക്ക് ജോലിയുണ്ട്, സമയമില്ല, അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ഒരു ദിവസം മാർക്കറ്റിൽ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യാൻ സാധ്യമല്ല എന്ന് കരുതുന്ന ഒരാൾ, അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാനെടുക്കുന്ന 1-2 മിനിറ്റ്, പിന്നീട് എന്നാണോ അദ്ദേഹം വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അന്നും ഒരു 1-2 മിനിറ്റ്, ഇത്രയും മതി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ മെത്തേഡിനും ഓരോ സെഗ്മെന്റ്സിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. ഇൻട്രാഡേയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, അന്ന് വൈകുന്നേരം തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം വാങ്ങുന്നു, അന്ന് വൈകിട്ട് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ ഡെലിവറി മോഡിലാണ് എടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ ഒരാഴ്ച കഴിഞ്ഞോ 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞോ ഒക്കെ വിൽക്കാം. അവിടെയും വിൽക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ഉദ്ദേശത്തോടു കൂടി എടുത്തു, പിന്നീട് നമുക്ക് 2 വർഷം 3 വർഷം 5 വർഷം കൊണ്ടുനടക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയ ഡെലിവറി എടുത്ത ഒരു സ്റ്റോക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വിൽക്കാം. എന്നാൽ ആ വിൽക്കുന്നത് ഒരു ചെറിയ സമയപരിധിക്കുള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കമ്പൽസറി സ്ക്വയർ ഓഫ് ആ ദിവസം തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം അതിനൊരു ഡീമെറിറ്റ് ഉണ്ട്. എന്താ ഡീമെറിറ്റ്? ഇൻട്രാഡേയിൽ നമുക്ക് ലിവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബ്രോക്കർ തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ടെങ്കിൽ 50,000 രൂപയുടെ ഷെയർ വാങ്ങാനായിട്ട് അവരനുവദിക്കും. അതിന് പ്രത്യേകിച്ച് പണമൊന്നും നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല. എന്നാൽ സ്വിംഗ് ട്രേഡിൽ നമ്മുടെ കയ്യിലുള്ള തുകയ്ക്ക് മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കൂ. എന്നാൽ ഇപ്പോൾ എല്ലാ ബ്രോക്കർമാരും മറ്റൊരു സംവിധാനം കൊടുക്കുന്നുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ. അതായത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൽ പോലും അവർ നമുക്ക് കടം തരുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രാഡേയിൽ കടം തരുന്നതിന് അവർ പണമൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല, 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. പക്ഷെ സ്വിംഗ് ട്രേഡിൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ നിന്ന് വളരെ മാന്യമായ ഒരു പലിശ വാങ്ങിക്കൊണ്ടാണ് ബ്രോക്കർ ഈ സേവനം ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ അട്രാക്ഷൻ ആയിട്ട് തോന്നേണ്ടതില്ല. അത് ഡിപ്പെൻസ്, അത് എങ്ങനെ ട്രേഡ് എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം വാങ്ങുന്ന ഷെയർ ലാഭമുണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ കാലയളവിൽ അദ്ദേഹം ഇപ്പോൾ വാങ്ങി ഒരു 6 മാസത്തിനുള്ളിലാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാലയളവിൽ അതിൽ 5%, 10%, 15% എത്രയാണ് ലാഭം ഉണ്ടാകുന്നത്, ആ ലാഭം എടുത്ത് പിന്മാറുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും വിശദമായി പഠിക്കുന്ന ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പൊതുവെ പോകേണ്ടതില്ല. പകരം ടെക്നിക്കൽ അനാലിസിസ്, അടുത്തൊരാഴ്ച, അടുത്തൊരു മാസം അല്ലെങ്കിൽ ഒരു 3-6 മാസം ആ പ്രൈസ്, ആ ഷെയർ എങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പഠിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോങ് റണ്ണിലേക്ക്
വലിയൊരു കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ നിഫ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ലിവറേജ് കിട്ടില്ല. അപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കണമെങ്കിൽ വലിയ ക്യാപിറ്റൽ അവിടെ ഉണ്ടാകണം എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ പരിമിതിയാണ്. അതേസമയം ഈ പറഞ്ഞ സ്വിംഗ് ട്രേഡിന് കിട്ടുന്ന ലാഭത്തിനും ചില പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ മാത്രം മനസ്സിലാക്കണം. ഇൻട്രാഡേ പോലെ ഒരു പൊട്ടൻഷ്യൽ സ്വിംഗ് ട്രേഡിൽ പ്രതീക്ഷിക്കരുത്. റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് സ്വിംഗ് ട്രേഡിൽ. അതുകൊണ്ട് തന്നെ റിട്ടേണും കമ്പാരിറ്റീവ്ലി കുറവ് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇൻട്രാഡേയിൽ റിസ്ക് ഉയർന്നതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിവാർഡും വളരെ ഉയർന്നതായിരിക്കും. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 ടൈംസ് ലിവറേജ് കിട്ടാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ചില മെച്ചങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇന്നതാണ് മികച്ചത് എന്നൊന്നും പറയാനാവില്ല. ഓരോരുത്തർക്കും സൂട്ടാകുന്നത് ഏതാണോ അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സമയമില്ലാത്തവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. സമയമുള്ളവർക്കും ഉപയോഗിക്കാം. 1. 2, അന്ന് തന്നെ വിൽക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് ഓട്ടോ സ്ക്വയർ ഓഫ് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. 3, ഞാൻ ഈ പറഞ്ഞതുപോലെ ലിവറേജ് കിട്ടില്ല, കയ്യിലുള്ള പൈസയ്ക്കേ കിട്ടൂ. അഥവാ പൈസ കമ്പനി ബ്രോക്കർ കടം തരുന്നുണ്ടെങ്കിൽ അതിൽ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒക്കെ പുറമെ മറ്റൊരു പ്രശ്നമുള്ളത്, നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ നാടൻ ഭാഷയാണ് ഹോൾഡ് ചെയ്യുന്നു. ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മളിത് വാങ്ങുന്നു, ഹോൾഡ് ചെയ്യുന്നു. ചുരുങ്ങിയ കാലത്തേക്കാണ് നമ്മൾ വാങ്ങുന്നത്. ചിലപ്പോൾ പക്ഷേ 1 മാസത്തേക്കോ 3 മാസത്തേക്കൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ ഒരു സിനാരിയോ പറയാം. US പ്രസിഡന്റ് ട്രംപ് അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകും. നെഗറ്റീവായിട്ട് പറഞ്ഞാലത്തെ കാര്യം പറഞ്ഞേ. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ, രാജ്യത്തിന്റെ പ്രതികൂലമായ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാനിടയായാൽ മാർക്കറ്റ് താഴേക്ക് പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രേഡ് ആണെങ്കിൽ പോലും ഓവർനൈറ്റ് സൂക്ഷിക്കുമ്പോഴുണ്ടാകുന്ന റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇൻട്രാഡേയിൽ അതില്ല. കാരണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വൈകുന്നേരം തന്നെ അവർ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തില്ലെങ്കിൽ അവർ സ്ക്വയർ ഓഫ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ രാഗത്തൊക്കെ മനസ്സിലായി കാണും. ഒരു യുദ്ധം വരുന്നു, ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഒരു അറ്റാക്ക് വരുന്നു, ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? അപ്പം അത്തരം കേസിൽ, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്വിംഗ് ട്രേഡിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ബാഡ് ന്യൂസ് വരുന്നു, നെഗറ്റീവ് ന്യൂസ് വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ കുറെ കാലത്തേക്ക് ആ ഷെയറിന്റെ പ്രൈസ് താഴേക്ക് പോയെന്ന് വരാം. അപ്പോൾ സ്വിംഗ് ട്രേഡ് ആണോ ഇൻട്രാഡേ ആണോ നല്ലത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് സബ്ജക്റ്റീവാണ്, ആപേക്ഷികമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതാണ് ഗുണകരമെന്ന് തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ ഈ പറയുന്ന പഠന പരമ്പരയ്ക്ക് പുറമെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ലൈവിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി, അതായത് ഇപ്പോൾ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുള്ള അത് പറയുന്ന ഒരു വീഡിയോ ആണ്. ആ ലെവലുകളൊക്കെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരുപാട് പേർക്ക് അത് ഗുണം കിട്ടുന്നുണ്ട് എന്ന് അറിയുന്നു. തീർച്ചയായും അങ്ങനെയുള്ള വീഡിയോ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് അറിയാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. തീർച്ചയായും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി. നന്മകൾ സംഭവിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.